ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മാമയ്യാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ വറ്റിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം സേമിയാണ്. അതുപോലെ 2 പഴം, ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അത് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ ഇടാം കേട്ടോ. പിന്നെ 2-3 ഏലക്ക. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പഞ്ചസാര മധുരത്തിന് അനുസരിച്ച് എടുക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് എടുക്കാം. ഓക്കെ. പിന്നെ 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നല്ല പശു നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ചോപ്പിച്ചെടുക്കാം. കുറച്ചുകൂടെ പശു നെയ്യ് ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതാ കണ്ടോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സേമിയ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിക്കാം. കൂടെ പഞ്ചസാരയും 2-3 ഏലക്കയും ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കേ. അപ്പോൾ നമ്മുടെ സേമിയ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴമില്ലേ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പാല് തിളച്ച് പുറത്തേക്ക് ചിന്താതിരിക്കാൻ ഈ മരക്കായിൽ ഇങ്ങനെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സേമിയ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ മമയ്യാസ് ഫുഡ് ആൻഡ് ട്രാവൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഒരു നല്ല രുചിയുള്ള വിഭവമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.